എൻ്റെ ജീവിതത്തിൽ വരുന്ന പല അനുഭവങ്ങളാണ് എൻ്റെ കഥാപാത്രം കാണിക്കുന്നത്. ഇത് ഒരു നല്ല ഫാമിലി ചിത്രമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് മനസ്സുകൊണ്ട് തോന്നുന്നു. എല്ലാ അടങ്ങിയ ഒരു സിനിമയാണ്. അത്യാവശ്യം ഫാമിലി എമോഷൻസ്, വേറെ കോമഡി, അതുപോലെ തന്നെ നല്ല ഗാനങ്ങൾ, റൊമാൻസ് എല്ലാം അടങ്ങുന്ന ഒരു നല്ല ടോട്ടൽ ചേരുവയാണ് ഈ സിനിമ. അപ്പം അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഇഷ്ടപ്പെടും, ഒരു നല്ല നിലയിൽ വിജയിക്കും. പടം ചെറുതും വലുതും ഒന്നും നമുക്ക് പറയാനില്ല. ചെറിയ പടങ്ങൾ കയറി വലിയ രീതിയിൽ ഹിറ്റാവുന്നു, വലിയ വലിയ പടങ്ങൾ താഴത്തേക്ക് പോകുന്നു. അപ്പം ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണുള്ളത്, ഇതെങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോടും കൂടി പറയാനുള്ളത്, ഇതൊന്ന് തീർച്ചയായിട്ടും ഏറ്റെടുത്ത് ഒരു വിജയമാക്കി മാറ്റണം. നല്ല നല്ല സിനിമകൾ ഭാവിയിൽ ഉണ്ടാവണം. ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരണം, പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ്. ഇത് ആരുടെയും കുത്തുകയല്ല, എല്ലാവർക്കും വന്ന് സിനിമകൾ എടുക്കാം. പണ്ട് ഒരു തോന്നലുണ്ടായിരുന്നു, വലിയവർക്ക് മാത്രം ഇതിനകത്തുള്ള ഒരു ഫോക്കസ് ഉണ്ട്, അവർക്ക് മാത്രമേ ഇതെല്ലാം കഴിയൂ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി തുടങ്ങി. ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരുന്നു, പുതിയ പുതിയ ഡയറക്ടേഴ്സ്, പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ, പുതിയ പുതിയ ടെക്നീഷ്യൻസ്. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും എല്ലാം നല്ല നല്ല സിനിമകൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. അത് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോട്ടെ. നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി എല്ലാവരും ബഹുമാനിക്കുന്ന, ഇന്ത്യയിൽ മൊത്തം അത് മാത്രമല്ല, ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ എല്ലായിടത്തും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റിക് മൂവീസാണ് നമ്മുടെ മലയാളം സിനിമ എപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭാവിയിലും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇതിൻ്റെ ഹീറോ, സിനിമയുടെ ഹീറോ ആയ ഹരിക്ക് മൈക്ക് കൈമാറും. എല്ലാവർക്കും നമസ്കാരം. ഓർമ്മ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു ഫാമിലി ഡ്രാമയാണ് ഇതിൻ്റെ ഒരു ജോണർ. ഫാമിലി ഡ്രാമ ആണെങ്കിലും കോമഡിക്കും റൊമാൻസിനും, അതുപോലെ തന്നെ പൊളിറ്റിക്കലി കറണ്ട് അഫയേഴ്സൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു ചിത്രമാണ് ഓർമ്മ ചിത്രം. അതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉണ്ണി എന്നാണ്. ഒരു ബ്രാഹ്മിൺസ് ഫാമിലിയിലുള്ള ഒരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് സംഭവിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ഇഷ്യൂസും ഒക്കെയാണ് ചിത്രത്തിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഫാമിലിക്ക് കയറി എന്തായാലും ഉറപ്പായിട്ടും കാണാൻ പറ്റിയൊരു ചിത്രമാണ്. എല്ലാവരും തിയേറ്റർ ചിത്രം കാണണം. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓർമ്മ ചിത്രത്തിൽ എൻ്റെ ക്യാരക്ടറുടെ പേര് പാർവതി എന്നാണ്. ഇതൊരു വില്ലേജിൽ നടക്കുന്ന സ്റ്റോറിയാണ്. എൻ്റെ ക്യാരക്ടർ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങളുടെ പോർഷൻ വരുന്നത് കോളേജിലെ ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഫാമിലി ആയിട്ട് ഇപ്പം എന്താ നമ്മുടെ പേരൻസിനോടൊപ്പം ഇരുന്ന് അവരുടെ റിയാക്ഷനൊക്കെ കണ്ടിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ് ഓർമ്മ ചിത്രം. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഒരു മൂവിയാണ്. എല്ലാവരും ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുക. നമുക്കിപ്പോൾ ഈ OTT കാണുന്ന ഹാബിറ്റ് ഇപ്പം എനിക്കുൾപ്പെടെ അത് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. അപ്പോൾ കണ്ടിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയണം. താങ്ക് യു. പ്ലേസ് കണ്ടുപിടിച്ച ഒരു ആക്ട്രസ് ആണ് താങ്കൾ. എപ്പോഴും എന്താ പറയുക, ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരേ പാറ്റേൺ വരുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ അതിന് നോ പറയാം, അത് ഒരേപോലെ ചെയ്തിട്ടുള്ളതാണ്, ഇതെല്ലാം ഒരു കഥാപാത്രം ഉണ്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ പറ്റുന്ന ഒരു ആക്ട്രസ് ആണ്. പക്ഷെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ മൊത്തം സ്റ്റോറിയുടെ ഒരു വെയിറ്റേജ് ആയിരിക്കുമല്ലോ നോക്കുക. അപ്പം അതും പിന്നെ ടീമും അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായിരുന്നു കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ. ഇപ്പൊ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഇതുപോലൊരു സബ്ജക്റ്റ് വരുമ്പോൾ അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഭയമുണ്ടോ ഈ ഒരു സ്റ്റോറി പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ പുറത്തേക്ക് വരുമ്പോൾ ആക്രമണങ്ങൾ നേരിടാം, സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടാൻ ചാൻസ് ഉള്ള ഒരു കഥ കൂടിയാണത്. എന്ന് തോന്നുന്നു അങ്ങനെ ഒരു സ്റ്റോറി സെലക്ട് ചെയ്തപ്പോൾ? തീർച്ചയായും. ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ പൊളിറ്റിക്സ് എപ്പോഴും സംസാരിക്കുമ്പോൾ അതിന്റെ രണ്ട് വശങ്ങളുണ്ടാവും. അപ്പൊ അത് രണ്ട് വശത്തെ പറ്റിയും ഈ പറഞ്ഞ പോലെ കമന്റ്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. അതതിൻ്റെ ഒരു പാർട്ടാണ്.
ടെൻഷൻ ഇല്ല. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ജെന്യുവൻലി ഉള്ള കാര്യം ആണ് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പേടിക്കേണ്ട കാര്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. എത്രത്തോളം ഒരു സിനിമ കോൺട്രവേഴ്ഷ്യൽ ആവുന്നോ അത്രത്തോളം സിനിമയ്ക്ക് വിജയം കൂടുതലാണ്. മനുഷ്യന് ഓരോ സിനിമകൾ ഇപ്പം ചെയ്യുന്ന സമയത്ത് ഓരോ കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത് നമുക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, മറ്റേതായിട്ട് കമ്പയർ ആവരുത് എന്നൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു തവണ ചെയ്തത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കഥാപാത്രത്തിൽ തന്നെ പാടില്ല, ആ കഥാപാത്രം ഇപ്പോഴും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. മലർവാടിയിലെ കഥാപാത്രം ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കഥാപാത്രങ്ങളായിട്ട് അറിയപ്പെടുന്ന സിനിമകൾ ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും അതാമത്തെ സിനിമകൾ ചൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ എനിക്ക് ശ്രദ്ധിച്ച് ചൂസ് ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ സിനിമയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രതീക്ഷകളാണ്. അപ്പം അത് ചിലപ്പം അതിന് പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടാകാം, നെഗറ്റീവ്സ് ഉണ്ടാകാം. അപ്പം ഈ നെഗറ്റീവ്സിലാണ് നമുക്ക് എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ഇത് ആകാണ്ട് ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. ബ്രോയ്ക്ക് ഒരു ഐഡന്റിറ്റി തന്ന ചിത്രമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ചിത്രമാണ് മലർവാടി. അതിനുശേഷം മറ്റൊരു ലെവലിലേക്ക് മാറ്റിയ ചിത്രമായിരുന്നു ആട്. ആട് രണ്ടാം ഭാഗത്തിൽ കുറച്ച് കലിപ്പനായിട്ട് എത്തുകയാണ് ചെയ്തത്. മൂന്നാം ഭാഗം വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഒന്നും എൻ്റെ കയ്യിലല്ല, മിഥുൻ്റെ കയ്യിലാണ്. അത് എഴുത്ത് നടക്കണമുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. സസ്പെൻസ് ആണോ? അറിയത്തില്ല, എഴുതണേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. പ്ലോട്ടും കാര്യങ്ങളൊക്കെ റെഡി ആകണുള്ളൂ. ഇപ്പൊ ഓരോ മുമ്പ് ഒരു ഇന്റർവ്യൂ പറയാറുണ്ടായത് എനിക്ക് ആക്ഷൻ പടങ്ങൾ ചെയ്യാനല്ലെങ്കിൽ ഇച്ചിരി സൈക്കാമത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യാനും താല്പര്യം ഉണ്ടെന്നുള്ളത്. എപ്പോഴെങ്കിലും ഓരോ കഥ ഇപ്പൊ സജഷൻസ് പറയാറുണ്ട്, എനിക്ക് ഇതേപോലത്തെ കഥാപാത്രം അല്ലെങ്കിൽ ആ കഥാപാത്രം കിട്ടുമ്പോൾ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്നങ്ങനെ എപ്പോഴും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ എന്താ ഒരു പാവം, ഒരു വിക്ടിം, അങ്ങനത്തെ ഒരു ഷെയ്ഡുള്ളതാണ്. അപ്പം എന്നോട് ഇവിടെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി ഒരു ഹൊറർ മൂവി ചെയ്യണം എന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്താ ഈ ഒരു കുറച്ച് ഈവിൾ ആയിട്ടുള്ള ചിലപ്പോ ഇതായിരിക്കും അതിന്റെ ഒരു തുടക്കം. അതെ.